നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നരേന്ദ്രമോദി പ്രവാസികളുമായി ആശയവിനിമയം നടത്തും. 50,000-ഓളം പേരെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. ദുബായ് ഭരണാധികാരികളുമായി മോദി ഇന്ന് ചർച്ചകൾ നടത്തി. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് സനീഷ് നമ്പ്യാർ. സനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പരിപാടി തുടങ്ങാൻ ഇനിയും 2 മണിക്കൂറിലധികമുണ്ട്. പക്ഷേ നമുക്ക് കാണാം, ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇപ്പോഴും വലിയ ജനക്കൂട്ടം സ്റ്റേഡിയത്തിന് പുറത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി കാത്ത് നിൽക്കുകയാണ്. 30,000 ആളുകൾക്ക് മാത്രം ഇരിക്കാൻ സൗകര്യമുള്ള സ്റ്റേഡിയമാണ്. പക്ഷേ 50,000-ലധികം ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 50,000-ലധികം ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടി കാണാനായി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഏതാണ്ട് പ്രാദേശിക സമയം 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെത്തും. പിന്നീട് 1 മണിക്കൂർ നേരം പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവാസികളെ സംബന്ധിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ തീർച്ചയായും പ്രസംഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള പ്രവാസി സമൂഹം. വളരെ നന്ദി സനീഷ്, വിവരങ്ങൾ നൽകിയത്. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ PV അബ്ദുൽ വഹാബ് MP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PV അബ്ദുൽ വഹാബ്, വിദേശ ഇന്ത്യക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തെയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലടക്കം വരാൻ പോകുന്ന നിക്ഷേപത്തെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ആഹ്ലാദത്തോടു കൂടിയും വളരെ ആവേശത്തോടും കൂടി ഇരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 34 വർഷക്കാലം ഈ ഒരു സന്ദർഭത്തിനും വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ദിരാഗാന്ധി വന്ന് പോയതിനു ശേഷമുള്ള ആ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ദിരാഗാന്ധി വന്ന ആ സമയത്ത് കേരളീയരും കേരളടക്കമുള്ള ഇന്ത്യക്കാർ അന്ന് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ സ്വീകരിച്ചത്. എന്നിട്ടും അന്ന് 81 എന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടമാണ്. എന്നിട്ടും അന്നത്തെ ആ കാലഘട്ടത്തിന് ശേഷം വളരെയധികം ഇന്ത്യക്കാർ UAE ചെന്നിട്ടും ധാരാളം ഇന്ത്യ കാര്യമായ ബിസിനസ് പാർട്ണറായിട്ട് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരാൻ സാധിക്കാത്ത രൂപത്തിലായിരുന്നു പല സംഗതികളും. പുറമെ ഇടക്കാലത്ത് UAE-യുമായുള്ള ബന്ധം വഷളായിപ്പോയോ എന്ന് വരെ ഞങ്ങൾ വളരെ വിഷമിക്കുന്നു. കാരണം ദുബായിലെ അംബാസഡർ ഇതുവരെ പിന്നീട് ശേഷം മടക്കി വിളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പോയതിനു ശേഷമോ ഒരു റെപ്രസെന്റേഷൻ ഇല്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ തുടങ്ങുന്നുള്ള നല്ല വാർത്തകൾ. ഏതായാലും ബ്രദർ TP സീതാറാം അംബാസഡർ ആയതിനു ശേഷം എന്ന ഈ മാറ്റം, ഡിപ്ലോമാറ്റിക് ചേഞ്ച്, അത് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതായിരിക്കില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. കാരണം അത്രയധികം കൂടിയാലോചനകളും കാര്യങ്ങളും ഉണ്ടായതിനു ശേഷമുള്ള ഒരു പ്രധാനമന്ത്രി പോവുക. ഏതായാലും കഴിഞ്ഞ കാലത്തിൽ 34 വർഷമുണ്ടായ വാക്വം തീർക്കാൻ മോഡിജിക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയാഭിപ്രായം വ്യത്യാസമൊക്കെ മറന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി UAE-യിൽ ഗൾഫ് രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ആഹ്ലാദങ്ങളും 42 വർഷക്കാലം അവിടെ ചെലവഴിച്ച എനിക്ക് ഈ കാര്യത്തിലുള്ള സംതൃപ്തി, എനിക്ക് മാത്രമല്ല ഞങ്ങളൊക്കെ നിൽക്കുന്ന എല്ലാ പ്രവാസി സമൂഹവും. അതുകൊണ്ടാണ് ഇത്ര ആവേശവും ഈ തള്ളും. 50,000 അല്ല, 1,00,000 ആൾക്കാർ, 2 ലക്ഷം ആൾക്കാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവരൊക്കെ കാണും. കാരണം മോഡിയെ BJP നേതാവായിട്ടല്ല കാണുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ UAE-യിൽ വരുന്നു. അവിടെ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനൊക്കെ, അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒക്കെ അവരെ വരവേൽക്കുന്ന കാണാൻ കൊതിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അവരിവിടെ വരുമ്പോൾ വേണ്ടത്ര ഇത് കൊടുത്തോ എന്നുവരെ സംശയങ്ങൾ ഇവരെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ വരുന്ന അറബികളെ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നുള്ള അറബികളൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അവർ സംശയത്തോടു കൂടി ഇന്റലിജൻസിന്റെ ഫോളോ അപ്പ് എല്ലാത്തിനും ഇവിടെ വിസിറ്റ് ചെയ്യാനോ ആരോഗ്യ രംഗത്തും അല്ലെങ്കിൽ മറ്റു രംഗത്തൊക്കെ അവർക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ള സാധ്യത ഇതോടുകൂടി കൂടുതലുണ്ടാകും. സംശയം എന്നുള്ള പണ്ട് കുവൈറ്റികൾ വന്ന് എന്തോ സംഗതി ചെയ്തു എന്ന പ്രചരണം ഉണ്ടാക്കിയ പോലെ ഒന്നുമല്ല. നല്ലൊരു ബന്ധം ഇതോടുകൂടി ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും അവിടെയും പ്രവാസി സമൂഹം, എല്ലാ രംഗത്തുള്ള സാധാരണ പ്രവാസികളും ബിസിനസ് രംഗത്തെ ഉന്നതരായ പ്രവാസികളും ഒക്കെ വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. പ്രത്യേക അവസ്ഥയാണുള്ളത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ TP ശ്രീനിവാസൻ, 1981 ഇന്ദിരാഗാന്ധി
UAE സന്ദർശിച്ച ശേഷം 34 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തുകയാണ്. ശ്രീ PV അബ്ദുൽ വഹാബ് അദ്ദേഹം അനുസ്മരിച്ചതുപോലെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനം കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇത്ര ദീർഘനാൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേരാത്തതിൻ്റെ ദുരവസ്ഥയും അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ മോദി പറഞ്ഞത് 700 ഫ്ലൈറ്റ് ഉണ്ട് UAEയിലേക്ക്, പക്ഷേ ഒരു പ്രധാനമന്ത്രിക്കും എത്തിച്ചേരാൻ സമയമുണ്ടായിരുന്നില്ല എന്നാണ്. എന്താണ് ഈ മാറ്റം, അത് നൽകുന്ന സന്ദേശം? ഇന്ത്യയും UAEയും വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണല്ലോ ജീവിച്ചത്. നമ്മളുടെ ശ്രദ്ധ എപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു, അവരുടേതുമായിരുന്നു. അപ്പൊ ഇപ്പൊ മാറി വരുന്ന ലോക പരിസ്ഥിതി. ശ്രീ TP ശ്രീനിവാസനിലേക്ക് എത്താം. ശ്രീ PV അബ്ദുൽ വഹാബ്, വലിയ നിക്ഷേപ സാധ്യതകളാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ത്യയിൽ 65 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള അവസരം ഒരുക്കിത്തരാം എന്ന്. ആ നിക്ഷേപ സാധ്യതയും ഒപ്പം പ്രവാസി ഇന്ത്യക്കാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ നിത്യജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന മാറ്റവും, ഇത് രണ്ടും എങ്ങനെയാണ്, എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രവാസി ഇന്ത്യക്കാർ, മലയാളികൾ? ശ്രീ PV അബ്ദുൽ വഹാബ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ദുബായിൽ പ്രവാസികളുമായി ആശയവിനിമയം നടത്തും. 50,000-ഓളം പേരെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. ദുബായ് ഭരണാധികാരികളുമായി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്നിപ്പോൾ പ്രവാസി മലയാളികളുമായി അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച. ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് നരേന്ദ്രമോദി പ്രവാസികളെ അഭിസംബോധന ചെയ്യും. അതുമായി ബന്ധപ്പെട്ട തത്സമയ ദൃശ്യങ്ങൾ, സംഭാഷണം എല്ലാം ശ്രീ PV അബ്ദുൽ വഹാബ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ PV അബ്ദുൽ വഹാബ്, നരേന്ദ്രമോദി പറയുന്നത് 65 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, അതിനുള്ള അവസരം ഇന്ത്യയിൽ ഒരുക്കിക്കൊടുക്കും എന്നാണ്. അത് എത്രത്തോളം ഗുണകരമാണ്, എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷ? ഇത് ഗുണകരമാണെന്നുള്ള സംശയമില്ലല്ലോ. കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ വേണ്ട വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന സമയത്ത് എല്ലാ സംഗതികൾക്കും സൗകര്യം ഉണ്ടെങ്കിൽ, അതിന്റെ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം എത്രയോ കോടി രൂപ ഈ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ അടുത്ത്, അവരുടെ അടുത്ത്, UAEയുടെ അടുത്ത്, അരിയുടെ അടുത്ത്, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ അടുത്തൊക്കെ എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്രയോ ബില്യൺസ്, ആയിരക്കണക്കിന് ബില്യൺസ് ഡോളർ ഉള്ള ഒരു സമയത്ത് നമ്മൾ വേണ്ടത്ര സൗകര്യം ചെയ്തത്. ഇപ്പൊ ഇവിടുത്തെ വല്ലാർപാട സംഗതി ആലോചിക്കുന്നു. ഒരു കൊബാറ്റാഷനും വേണ്ടി എത്ര കാലമാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത സംഗതി നമ്മുടെ ഇവിടെ സ്മാർട്ട് സിറ്റി, ഈ കാര്യങ്ങൾക്കൊക്കെ ഇവരുണ്ടായിരുന്ന എതിർപ്പുകളും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ കാലതാമസങ്ങളൊക്കെ ഇവരെന്തോ കൊള്ളയടിക്കാൻ പോകുന്നു, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വരുന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉള്ളത്. ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ മോഡിജി ഇതിന് ഈ കാലത്ത് വളരെ നല്ലൊരു സഹായകരമായ നിലപാട് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് പാകിസ്ഥാനിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കൂടുതൽ പാകിസ്ഥാനികളൊക്കെ എല്ലാം കൊണ്ട് ആഴ്ചക്ക് പ്രധാനമന്ത്രി വരുന്നുണ്ട്. എന്താ വേണ്ട, ഒരു 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു പ്രധാനമന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചുറ്റുപാടുണ്ടായാൽ എന്തൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് ഈ സംശയം? പ്രത്യേകിച്ച് ഇത്രയധികം ഡോളർ നമുക്ക് നേടിത്തരുന്ന ഒരു രാജ്യവുമായിട്ട് അവിടുത്തെ കേരളത്തിലെ കാര്യം പറയാം. അവിടുത്തെ ഭരണാധികാരി ഇവിടെ വിസിറ്റ് വിസിറ്റ് ആഗ്രഹിച്ചിട്ടുള്ളത് അതിന് അങ്ങനെ ഓട്ടോമാറ്റിക് പോകുന്നതല്ലാതെ ഈ കാര്യത്തിൽ നയതന്ത്രപരമായിട്ട് വളരെ പിന്നോക്കാണ് നമ്മളുള്ളത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ അജ്മാനിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ അദ്ദേഹത്തിനുള്ള അഭിപ്രായ പ്രകടനത്തിനായി എത്തിയിട്ടുണ്ട്. പറയൂ, എങ്ങനെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ എങ്ങനെ കാണുന്നു? ഹലോ, നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തെയും അതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റത്തെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്താണ് പ്രതീക്ഷ?
ഇന്നും ഇന്നലെയും തമ്മിൽ ഇവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 34 വർഷത്തിന് ശേഷം കേൾക്കാം, പറയൂ. 34 വർഷത്തിന് ശേഷം UAE സന്ദർശിക്കുക എന്നുള്ളത് ഇവിടത്തെ ലക്ഷക്കണക്കിനുള്ള ഭാരതീയർ വളരെ കൗതുകത്തോടുകൂടിയാണ് ഇത് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുന്നേ നടക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ ഇന്ത്യക്കാർ താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ഡോളേഴ്സ് അല്ലെങ്കിൽ ദിർഹംസ് നാട്ടിലേക്ക് ഇത് ചെയ്യുന്നുണ്ട്. അത് നാട്ടിലെ കുറച്ച് സാമ്പത്തിക ചുറ്റുപാടുകളെ മാറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഈ രാജ്യത്തിലേക്ക് വരേണ്ടതിന് പകരം ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി വരാം. അതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ. ഈ 34 വർഷമാണ് നരേന്ദ്രമോദി ഇന്ന് ചെയ്തതിന്റെ ഏറ്റവും വലിയ സക്സസ്. വ്യക്തമാണ്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ പ്രതീഷ് സൗദിയിൽ നിന്ന്. പ്രതീഷ്, എന്താണ് മലയാളികളുടെ പ്രതീക്ഷ, പ്രവാസികളുടെ പ്രതീക്ഷ? ശ്രീ TP ശ്രീനിവാസൻ, ഇന്ത്യയിൽ 65 കോടി ലക്ഷം രൂപയ്ക്കുള്ള നിക്ഷേപം, അതുപോലെ തന്നെ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ചർച്ചകൾ, മാത്രമല്ല UAE-യുമായി ഒരു നല്ല ബന്ധം പ്രതീക്ഷിക്കാത്ത രീതിയിൽ BJP നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ അതിലേക്ക് നീങ്ങുന്നു. എങ്ങനെയാണ് ഈ മാറ്റത്തെ മനസ്സിലാക്കേണ്ടത്? ഇത് BJP-യുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ഇന്ത്യയും UAE-യുമായിട്ടുള്ള ബന്ധമാണ്. ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ചെയ്യേണ്ട കാര്യമാണ് ഇത്. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്ക് പ്രത്യേകം നമ്മൾ ദൂരത്തെ അയൽക്കാർ എന്നാണല്ലോ അവരെ വിശേഷിക്കുന്നത്. വളരെയധികം സാംസ്കാരികമായും വ്യാപാരത്തിലായാലും എത്രയോ ദശവർഷങ്ങളായി നമുക്ക് ഗൾഫുമായിട്ട് ബന്ധമുണ്ട്. ഇത്രയും ആളുകൾ അവിടെ താമസിക്കുന്നു. അപ്പോൾ അതില് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതിരുന്നത് നമ്മളും അവരും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നോക്കിയിരുന്നത് കൊണ്ടാണ്. പക്ഷെ മാറി വന്ന ലോക അന്തരീക്ഷത്തിനനുസരിച്ച് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് പ്രത്യേക ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു വിഭവം എന്ന് പറയുന്നത് അവിടെയുള്ള ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെല്ലാം കൂടെ നോക്കുമ്പോൾ പഴയ സാംസ്കാരിക ബന്ധങ്ങൾ, ഇപ്പോഴത്തെ ലോക പരിതസ്ഥിതി, ഇന്ത്യക്കാർ അവിടെ ഉണ്ട്, അവരവിടെ കൂടുതലായിട്ട് തുടരേണ്ട നമ്മളുടെ ആവശ്യം, ഇതെല്ലാം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം തന്നെയാണ് UAE-യുമായിട്ടുള്ളത്. അതിലൊക്കെ ഉപരിയായി ഇപ്പോൾ നടക്കുന്ന ഈ ISIS പോലെയുള്ള ഭീകരവാദികൾ ഇന്ത്യയെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ സമയത്ത് അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്നതും അവരുമായി ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം കണക്കിലാക്കുമ്പോൾ ഒരു ചരിത്രപരമായ ഒരു സന്ദർശനം തന്നെയാണ് ഇത്. ഇത് നേരത്തെ നടക്കേണ്ടതായിരുന്നു, പക്ഷെ എല്ലാത്തിനും ഒരു അവസരമുണ്ടല്ലോ. ആ അവസരമാണ് ഇപ്പൊ നമുക്ക് കൈവന്നിരിക്കുന്നത്. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ഇസ്രായേൽ സന്ദർശനത്തിന് മോദി ഒരുങ്ങുന്നുണ്ട്. അതിന് മുന്നോടിയായി ഒരു UAE സന്ദർശനവും ചില ധാരണകളും. ഇതോടൊപ്പം ഇപ്പോൾ അമേരിക്കൻ നിക്ഷേപത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ നിക്ഷേപത്തിന് വേണ്ടി ഇന്ത്യ ദീർഘനാളായി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി UAE നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് ഗുണപരമായി എന്ത് മാറ്റമാണ് നമുക്ക് നൽകുക? വിദേശ നിക്ഷേപം എവിടെ നിന്ന് വന്നാലും ഗുണകരമാവുകയില്ല. അപ്പോൾ അത് എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ വരും എന്ന് നമുക്ക് തീർച്ച പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മള് ശ്രീ നരേന്ദ്രമോദി എല്ലാ രാജ്യത്തും പോയി മേക്ക് ഇൻ ഇന്ത്യയും ഇന്ത്യയിലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും, ഇനി റെഡ് ടേപ്പ് ആയിരിക്കില്ല, റെഡ് കാർപ്പറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുത്താൻ, ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതാണ്. അത് പാർലമെന്റിന്റെ സ്പന്ദനം കൊണ്ടാകാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അതിലാണ് ഈ വിദേശ നിക്ഷേപം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന വാഗ്ദാനങ്ങൾ സാധിച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണിത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർ തയ്യാറാകുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൺവിൻസ്ഡ് ആകും. ഇപ്പോഴവർ വരാത്തത് അവർക്ക് നമ്മുടെ ഗവൺമെന്റ് ഈ ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനോ പണം തിരിച്ചു കൊടുക്കാനോ അതുപോലെ ലാഭം കൊണ്ടുപോകാൻ സമ്മതിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. പലപ്പോഴും ടാക്സേഷനിൽ വ്യത്യാസം വരുന്നു. വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ശ്രീ PV അബ്ദുൽ വഹാബ്,
ഇപ്പോൾ ഭരണാധികാരികളുമായി, ഇപ്പോൾ ദുബായ് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവരുമായി മോദി ചർച്ച നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ TP ശ്രീനിവാസൻ്റെ നിരീക്ഷണം, മോദി പോകുന്ന വിദേശ രാജ്യങ്ങളിലെല്ലാം വിദേശ നിക്ഷേപത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്, പക്ഷേ പലതും ഫലവത്താകാറില്ല. ഇപ്പോൾ താങ്കൾക്ക് വർഷങ്ങളായി UAE-യുമായി ബന്ധപ്പെട്ട സാധ്യതകൾ അറിയാം. ഇപ്പോൾ ഇന്ത്യ ഒരു അവസരം കൊടുത്താൽ നിക്ഷേപം അതിന് തയ്യാറാകുമോ UAE? അതുപോലെ തന്നെ അവിടെ പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അവിടുത്തെ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം ഈ സന്ദർശനവും ഈ ചർച്ചകളും ഇത് എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുക? ഒരു രാജ്യത്ത് തൊഴിൽപരമായ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഇവിടെ ഇപ്പം ബംഗാളികളായ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് അവരനുഭവിക്കുന്നുണ്ട്. അതിലൊക്കെ പരിഹാരം ഉണ്ടാവും. അതൊന്നല്ല ഇഷ്യൂ. അദ്ദേഹം ആദ്യം പറഞ്ഞു നമ്മൾ ഇതുവരെ അങ്ങോട്ട് നോക്കിയിട്ടില്ല, എല്ലാവരും യൂറോപ്പിൽക്കാണ് നോക്കിയിരുന്നത്. അത് ശരിയാ. കാരണം യൂറോപ്പാണ് എല്ലാം. യൂറോപ്പ് അവിടുത്തെ ദൈവങ്ങൾ അവിടെയാണ് എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മുടെ പെരുമാറ്റം. ചെറിയ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ ബഹുമാനം കൊടുക്കുകയും ഈ ചെറിയ രാജ്യം എന്നുള്ളത് ദുബായ് UAE-നെ വളരെ ചെറുതായി കാണുകയും അവരെ വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കുകയും അവർ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഇവിടെ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്ത് നോക്കുമ്പം വലിയ കാര്യമായ ഇമ്പോർട്ടൻസ് അന്നത്തെ ഗവൺമെന്റും അന്നത്തെ ഈ ഇവിടെ നമ്മളെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഓഫീസിൽ ഇത് കൊടുത്തിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ TP ശ്രീനിവാസൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിൽ കുറെ രംഗത്ത് വർക്ക് ചെയ്തതായതുകൊണ്ട് മിതമായ ഭാഷയിൽ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചത് അങ്ങനെ റിസർവേഷന്റെ കാര്യമൊന്നുമില്ല. വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ അവരുടെ റൈറ്റും കാര്യങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കണം. പലാർപാടം കാര്യം നിങ്ങൾക്ക് അറിയാം. എത്ര കാലമായി വാർത്താശ്രമം നടക്കുന്ന അദാനി ഗ്രൂപ്പായിട്ടും ചെയ്യുന്നില്ല പ്രതീക്ഷയിലാണ്. ഈ ചെയ്യുന്നുള്ള പ്രതീക്ഷ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കണം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത സംഗതികളുടെ സുരക്ഷിതമാക്കുക, അതോടുകൂടി കൂടുതൽ വരും. ഇവിടെ എന്തോ എല്ലാം കൂടെയാണ് കൊണ്ടുപോകാനാണ് എന്നുള്ള ധാരണ. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണ് അറബികളൊക്കെ വരുന്നതെന്ന ധാരണ വരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ ഒരു ചുറ്റുപാടൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ മനസ്സിൽ മാറ്റണം. നമ്മളെ ഈ പൊതുവെ പ്രത്യേകിച്ച് കേരളക്കാരെ മനസ്സിൽ മാറ്റണം. ശ്രീ വഹാബ്, ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ദുബായ് പോർട്ട് വേൾഡ് അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കബോട്ടാഷ് നിയമവുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന തടസ്സമാണ് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടത്തിയ ഒരു നിക്ഷേപമാണ് ദുബായ് പോർട്ട് വേൾഡിൻ്റെത്. അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നരേന്ദ്രമോദിയിൽ നിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായി എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകണം, ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാകണം. ഇതുപോലുള്ള സംഗതികൾ വിദേശ ആരാണെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവർ ലാഭം പ്രതീക്ഷിക്കുന്നു, അവർ ഓണർ പ്രതീക്ഷിക്കുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത് എന്തോ കൊള്ളക്കാരെ പോലെ അവരെ കാണുന്നമാതിരി കാണരുത്. അതിന് പകരം അത് രാഷ്ട്രീയ നേതൃത്വവും പ്രതിപക്ഷവും ഒക്കെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഭാവം പിന്നീട് വേറെ സ്വഭാവം ഒന്നും പാടില്ല. ഈ മാതിരി കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ അന്തസ്സ് കാണിക്കണം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ ചെയ്തു കൊടുക്കുന്നത് അവർ ഔദാര്യമൊന്നുമല്ല, അത് ഒരു ഇൻവെസ്റ്ററുടെ അവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകണം. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള ധാരണ നമ്മുടെ ജനങ്ങളിൽ നിന്ന് മാറണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട് നന്നാകും. ധാരാളം പണം വരും. അവർക്ക് അതിന്റെ മെച്ചം നമുക്കുണ്ടാവും, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ ശരിയാകും. അല്ലാതെ അവിടുത്തെ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ പർവ്വതീകരിച്ച് അവിടുത്തെ മാധ്യമങ്ങളടക്കം ഞാൻ പറയാണ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്കർഷത. ശ്രീ PV അബ്ദുൽ വഹാബ്, ഇപ്പോൾ 34 വർഷമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE-യിൽ എത്തിയിട്ടില്ല, ഇപ്പോൾ എത്തിയിരിക്കുന്നു. പ്രധാനമായും അത്തരം ഒരു സന്ദർശനത്തിൻ്റെ അഭാവം, ഒരു സൗഹൃദാന്തരീക്ഷത്തിൻ്റെ അഭാവം, അതാണോ UAE-യെ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പ്രധാനമായും തടഞ്ഞിരുന്നത്? ഇപ്പോൾ ഒരു സൗഹൃദാന്തരീക്ഷം വന്നിരിക്കുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ടോ? ഇവിടെ നിക്ഷേപിക്കാം, ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ദുബായ് പോർട്ട് വേൾഡിൻ്റെ ഒരു സംശയമോ ഒരാശങ്കയോ മാറ്റിയെടുക്കുക, നിക്ഷേപിക്കാൻ ഏറ്റവും പറ്റിയ രാജ്യമാണ് ഇന്ത്യ. ആ രീതിയിലൊരു മനോനില, മാനസികാവസ്ഥ അവിടെയുണ്ടോ? എവിടെയാണ് അത്? ഈ രാജ്യത്തിനെ നോക്കണ്ട, എവിടെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് കൂടുതൽ പോകാൻ തോന്നുന്നു, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം കിട്ടില്ല. വ്യക്തിപരമായി നോക്കുക. ഇനി രാജ്യം എന്നുള്ളത് ഒഴിവാക്കിയിട്ട്
നമ്മളോട് ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടം കാണിക്കുന്ന സ്ഥലത്ത് പോകാൻ നമ്മൾ താല്പര്യപ്പെടില്ലല്ലോ. അപ്പൊ അത് ആ നിലക്കാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു രാജ്യത്തിന്റെ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ബാധ്യത നമുക്കാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റിയിട്ടില്ലായിരുന്നു. ആ ബാധ്യത നിറവേറ്റുന്നു. ഇതിപ്പോ മോഡിജി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടിട്ട് തീരുമാനമാണ്. ചിലപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് UK ഗവൺമെന്റിന്റെ അന്നത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയുടെ തുടർച്ചയായിട്ടായിരിക്കാം അത്. എനിക്ക് ഡേറ്റും കട്ട് ഓഫ് ഡേറ്റ് ഒന്നും വെച്ച് പറയല്ല. അപ്പൊ അതുകൊണ്ട് ഇത് മോഡി പെട്ടെന്ന് തീരുമാനിച്ച ഒരു ദിവസം രാവിലെ ഞാൻ ദുബായ് പോണമാതിരി പോകണമെന്നല്ലോ. ഇതിനെന്തൊക്കെ ധാരാളം ഡിപ്ലോമാറ്റിക് കടമ്പകൾ ഉണ്ടാവും. ആ കടമ്പകളെ കടന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാനിത് അത് താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ അല്പസമയത്തിനകം നരേന്ദ്രമോദി ഈ പ്രവാസികളുമായി ആശയവിനിമയം നടത്തുന്നുണ്ടല്ലോ. എന്താണ് അവിടുത്തെ പ്രവാസികൾ നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? താങ്കളുടെ അറിവനുസരിച്ച് പ്രവാസികൾക്ക് എന്താണ് നരേന്ദ്രമോദിയോട് അങ്ങോട്ട് പങ്കുവയ്ക്കാനുള്ളത്? നമുക്ക് സ്ഥിരമായി പറയുന്നത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വോട്ടവകാശം അത് എങ്ങനെ ഓൺലൈൻ ആക്കി തരണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ മറ്റുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ എയർ ഫെയറിനെ കുറച്ചിടണം. ഈ കാര്യങ്ങൾ ഇതൊന്നും പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. എയർ ഫെയറിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വാശി ഒരു കേരള എയർലൈൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് നമ്മൾ തെളിയിക്കണം. എയർ ഫെയർ കുറച്ച് ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. അല്ല മറ്റുള്ളവർ പറയുന്നതിന് മുമ്പ് ഇത് നമുക്കും സാധിക്കാത്ത ചുറ്റുപാടാണ്. എത്രത്തോളം നഷ്ടം സഹിക്കാം, എത്രത്തോളം നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മറ്റുള്ള നിലയ്ക്ക് എല്ലാ നിലക്കുമുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി തീരാത്ത പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് സനീഷ് നമ്പ്യാർ. സനീഷ്, എന്താണ് വിശദാംശങ്ങൾ? എത്രത്തോളം ജനങ്ങൾ മോദിയെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തും. നമുക്ക് കാണാം പരിപാടി തുടങ്ങാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. പക്ഷേ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. 30,000 ആളുകൾക്ക് കയറാവുന്ന സ്റ്റേഡിയം, ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ്. പക്ഷേ ഏതാണ്ട് 50,000-ഓളം ആളുകൾ ഇതിനോടകം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 20,000-ഓളം ആളുകൾ ഇപ്പോഴും പുറത്ത് അകത്തേക്ക് പ്രവേശനം കാത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി പ്രവാസികളെ സംബന്ധിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പ്രവാസി ജീവിതങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാമർശങ്ങളോ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവാസികളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വലിയൊരു ജനക്കൂട്ടം ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി UAE ഭരണാധികാരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് സതീഷ്, എത്രത്തോളം പ്രതീക്ഷയാണ് പ്രവാസികൾ വച്ചു പുലർത്തുന്നത്? പ്രധാനമന്ത്രിയിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ പരിപാടികൾ ഒരു അവസാന ലാസ്റ്റ് ഫേസാണിത്. ഇതിലെ പ്രവാസികൾക്ക് എല്ലാവരും കോമൺ ആയിട്ട് ഒരു പറയുന്ന എല്ലാവരുടെ ആഗ്രഹം ഈ പറഞ്ഞ സീസണലായിട്ടുള്ള എയർ ഫെയർ കണ്ടമാനം അതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ തൊഴിലാളികളുമായിട്ട് അദ്ദേഹം ഇന്നലെ ഒരു 5-8 മിനിറ്റ് സംവദിച്ചപ്പോഴും അതിലൊന്നും കാര്യമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിലെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ചർച്ചകളൊക്കെ സാമ്പത്തിക കാര്യങ്ങളും, അതായത് ഇവിടുത്തെ ഇന്ന് മസ്കറ്റ് സിറ്റിയിലെ ചർച്ച തന്നെ. നരേന്ദ്രമോദി നമുക്കറിയാം 6-7 വയസ്സുള്ളപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന ഒരാളാണെന്നാണ് നമ്മൾ വായിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തില്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ 500 റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കുകയും വിദേശ മൂലധനം വ്യക്തമാണ് താങ്കൾ പറയുന്നത്. കേരളീയ കലാരൂപങ്ങളടക്കം ഒരുക്കിക്കൊണ്ട് ചെണ്ടയും അതുപോലെ പഞ്ചവാദ്യവും എല്ലാമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രവാസികൾ വരവേൽക്കാൻ പോകുന്നത്. അവിടെ പ്രവാസികളുമായി മോദി സംവദിക്കും. അതിൻ്റെ തത്സമയ സംപ്രേഷണം റിപ്പോർട്ടിലുണ്ടാകും. വളരെ നന്ദി വിദേശകാര്യ വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ PV അബ്ദുൽ വഹാബ്, ശ്രീ സതീഷ് മാധ്യമപ്രവർത്തകൻ, സനീഷ് നമ്പ്യാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രവാസി മലയാളികൾക്കും നന്ദി. ചുങ്കത് ജ്വല്ലറി ബിഗ് സ്റ്റോറി ബ്രോട്ട് യു ബൈ